തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലാണ് വിധിയെഴുതുന്നത്. മലപ്പുറത്തിനും വയനാടിനും പുറമെ മറ്റ് ജില്ലകളിലും മികച്ച പ്രകടനം ഇത്തവണ ഉണ്ടാകുമെന്നാണ് UDF പ്രതീക്ഷ വയ്ക്കുന്നത്. അതേസമയം കഴിഞ്ഞ തവണത്തെ ആധിപത്യം തുടരാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF ഉള്ളത്. സംസ്ഥാനത്ത് UDFന്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷനായ കണ്ണൂരും നാളെയാണ് വിധിയെഴുതുന്നത്. മുഖ്യമന്ത്രിയുടെയും KPCC പ്രസിഡന്റിന്റെയും സ്വന്തം ജില്ല ഇക്കുറി വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം CV അനുമോദും KV ബൈജുവും വിവരങ്ങളുമായി ചേരും. എന്തായാലും ശക്തമായ പോരാട്ടം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ത്രികോണ മത്സരം തന്നെ നടക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ അവസാനവട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങൾ അത് അവിടെ സ്വാധീനിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് ആരെ തുണയ്ക്കും എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പലയിടത്തെയും കൊട്ടിക്കലാശം നമ്മൾ കണ്ടത് മുൻ തവണത്തേതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേന്ദ്രീകൃതമായി ഒരു സ്ഥലത്ത് നിന്നുള്ള കൊട്ടിക്കലാശത്തിൽ നിന്ന് വിഭിന്നമായി പലയിടങ്ങളിലായി ആ കൊട്ടിക്കലാശത്തിൻ്റെ ഒരു ആവേശം നമ്മൾ കണ്ടതുമാണ്. നമുക്ക് ആദ്യം കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിശദാംശങ്ങൾ നോക്കാം. KV ബൈജു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ബൈജു, ഗുഡ് മോർണിംഗ്. എന്തായാലും കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ്. ഓരോ വോട്ടറെയും കണ്ട് ആ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളുമൊക്കെ, അല്ലേ? തീർച്ചയായും അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ അത് എല്ലാ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അവസാന വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു തത്രപ്പാട്ടിൽ തന്നെയാണ് ഓരോ മുന്നണികളുമുള്ളത്. എന്നാലും കണ്ണൂരേക്ക് വന്നാൽ കോർപ്പറേഷനിലാണ് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് 6 കോർപ്പറേഷനുകളിൽ UDFന്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷനാണ് കണ്ണൂർ. ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇടതിന് വലിയ മേൽക്കൈ, അത് പഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, വലിയ മേൽക്കൈ ഉണ്ടാകുമ്പോൾ ഈ കോർപ്പറേഷൻ ഭരണം അത് വലിയ മേൽക്കൈയോടുകൂടി UDFന് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. അത് നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ KPCC പ്രസിഡന്റിനും ഒക്കെ തട്ടകമാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ അഭിമാന പോരാട്ടം എന്നൊക്കെ പറയാം. വാശിയേറിയ മത്സരം അത് ഇന്നലെ കലാശക്കൊട്ടിലും കണ്ടു. നമ്മൾ ഒരു കേന്ദ്രീകൃത കലാശക്കൊട്ടല്ല ഇന്നലെ കണ്ടത്. അത് ഗ്രാമാന്തരങ്ങളോളം ഇത്തരത്തിൽ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു കലാശക്കൊട്ട്, ഓരോ ഇടങ്ങളിലും കലാശക്കൊട്ട് നടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ പ്രത്യാരോപണങ്ങളൊക്കെ ഒരുപാട് ഉയരാറുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വലിയ തോതിലുള്ള ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷമൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊട്ടിക്കലാശം ഒരു കേന്ദ്രീകൃത കൊട്ടിക്കലാശം വേണ്ട എന്ന ഒരു നിലപാട് ജില്ലാ ഭരണകൂടം എടുത്തത്, അത്തരം അനുമതികൾ നിശ്ചയിച്ചത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ ആര് ഭരിക്കും അതാണ് ഏറ്റവും പ്രധാനം. അത് ഇത്തവണ ഇടത് മുന്നണി പിടിച്ചെടുക്കുമോ എന്നൊക്കെ അറിയാനുണ്ട്. PK രാഗേഷ്, അതായത് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ PK രാഗേഷിന്റെ പാർട്ടിയുണ്ട്. 12 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ പോലെയല്ല, വിമതരുടെ വലിയ ശല്യമുണ്ട്. വിമതർ മത്സരിക്കുന്നുണ്ട്. അതും ഈ കോർപ്പറേഷനിൽ വലിയൊരു ഭീഷണിയാണ്. മറ്റൊന്ന് ജില്ലാ പഞ്ചായത്തിലാണ്. നമുക്കറിയാം, PP ദിവ്യ സ്ഥാനമൊഴിഞ്ഞ് വിവാദമൊക്കെ ഉണ്ടായ ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്തിൽ മത്സരം വാശിയേറിയ മത്സരമാണ്. ഇടതിനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രയാസമല്ലെങ്കിലും ഇത്തരം ആരോപണങ്ങൾ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നാണ് അറിയേണ്ടത്. 71 ഗ്രാമപഞ്ചായത്തുകളിൽ 54 LDFനൊപ്പമാണ്. അതുപോലെ നഗരസഭയിലേക്ക് വന്നാൽ 8 നഗരസഭകളിൽ 5 LDFനാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ 11-ൽ 10 കണ്ണൂരിൽ LDFനൊപ്പമാണ്. അങ്ങനെ LDFന് ഉരുക്കുകോട്ട എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലത്ത് ഇനി ഏതെങ്കിലും തരത്തിൽ ഈ അട്ടിമറി ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. കാസർഗോഡേക്ക് വന്നാലും സമാനമാണ് സാഹചര്യം. ഇടതിന് മേൽക്കൈയുള്ള ജില്ലയാണ്. ജില്ലാ പഞ്ചായത്തിലാണ് വലിയ തോതിലുള്ള ഒരു ശക്തമായ മത്സരം നടക്കുന്നത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ നിലവിൽ LDFന്റെ കയ്യിലുള്ള ജില്ലാ പഞ്ചായത്ത് ഇത്തവണ UDF പിടിച്ചെടുക്കും. അതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ ത്രികോണ മത്സരങ്ങളാണ് പലയിടങ്ങളിലും നടക്കുന്നതെന്നാണ് മറ്റൊരു പ്രത്യേകത. BJPക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട്. 3 പഞ്ചായത്തുകൾ BJP ആണ് കാസർഗോഡ് ജില്ലയിൽ ഭരിക്കുന്നത്. പലയിടങ്ങളിലും നിർണായക ശക്തിയാണ് BJP. ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറയാം. അത് ഇത്തവണ ഏത് രീതിയിലായിരിക്കും എന്നത് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് നഗരസഭയിൽ കഴിഞ്ഞ വർഷങ്ങളായി 2ാം സ്ഥാനത്താണ്, പ്രതിപക്ഷത്താണ് BJP ഉള്ളത്. 6 സീറ്റിന് വ്യത്യാസം മാത്രമാണ്. ഇവിടെ 6ഓളം വിമതരാണ് UDFിലുള്ളത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ആണ് ഈ ഒരു കാസർഗോഡ് നഗരസഭ ഭരിക്കുന്നത്. 6 വിമതരുണ്ട്.
മുസ്ലിം ലീഗിന് അത് വലിയ തലവേദനയാണ്. ഒരുപക്ഷെ ഭരണം തന്നെ മാറിയേക്കാം. അത്തരത്തിൽ വലിയ ഇത്തരത്തിൽ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. എന്തായാലും പ്രശ്നബാധിത ബൂത്തുകൾ 436 പ്രശ്നബാധിത ബൂത്തുകളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. 119 ഇടത്ത് വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം 80 സ്ഥലത്ത് വീഡിയോഗ്രാഫി ഉണ്ട്. അങ്ങനെ അതീവ സുരക്ഷയിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇന്ന് നിശബ്ദ പ്രചരണമായാലും അത് ഓരോ വോട്ടർമാരെയും കണ്ട് അവസാനത്തെ വോട്ടുറപ്പിക്കാനുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാണുന്നതിന് സമാനമായ പ്രചരണവും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ കണ്ടത്. ഒരുപക്ഷെ BJP ഒക്കെ 6 മാസം മുൻപേ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത്. അത് കൃത്യമായി മഞ്ചേശ്വരവും കാസർഗോഡും BJPക്ക് വലിയ മുൻതൂക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ്. അവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുക, അതിനുള്ള ഒരു ട്രയൽ എന്ന് വേണമെങ്കിൽ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാം. അങ്ങനെയാണ് BJP ഒക്കെ പ്രവർത്തനം നടത്തുന്നത്. കണ്ണൂർ BJPയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് മാത്രമാണ് നേടാനായത്. അത് ഇത്തവണ കൂടുതൽ പഞ്ചായത്തുകൾ ഏതെങ്കിലും തരത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റുമോ എന്നൊക്കെ വളരെ കൗതുകകരമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഏതായാലും ഉണ്ട്. ഏതായാലും 2 ജില്ലകളിലും അതിശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള അതീവ ജാഗ്രതയിൽ തന്നെയാണ് പോലീസും ജില്ലാ ഭരണകൂടം ഒക്കെ ഉള്ളത്. ഇന്നലെ കൊട്ടിക്കലാശത്തിന് തൃക്കരിപ്പൂർ ധൈര്യ സംഘർഷം ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കണ്ണൂരും അങ്ങനെ തന്നെയാണ്. പഴയങ്ങാടിയിൽ ചെറിയൊരു സംഘർഷം ഉണ്ടായിരുന്നു. ഒരു പോലീസുകാരന് പരിക്കേൽക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ കൊട്ടിക്കലാശം കടന്നുപോയി. ഈ ഒരു മണിക്കൂർ, ഇനി വരുന്ന ഓരോ മണിക്കൂറും അത് നിർണായകമാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാകും. നാളെ കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. എന്തായാലും മുഖ്യമന്ത്രി പിണറായി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് കണ്ണൂർ വോട്ടുണ്ട്. MP ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇത്തവണയും വോട്ടില്ല. ആന്തൂർ നഗരസഭയിലെ 2ാം വാർഡ്, അതായത് മൊറാഴയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥി രജിത എതിരില്ലാതെ തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അവിടെ തെരഞ്ഞെടുപ്പില്ല. അതുകൊണ്ട് തന്നെ വോട്ട് ഇത്തവണയും ഗോവിന്ദ മാഷ്കില്ല. നമുക്കറിയാം, കഴിഞ്ഞ 25 വർഷമായി അവിടെ എതിരില്ലാതെ വിജയിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഗോവിന്ദ മാഷ്ക്ക് ഇത്തവണ വോട്ടില്ല. പല പ്രമുഖരും CPMന്റെ ആയിക്കോട്ടെ മറ്റ് UDFന്റെ ആയിക്കോട്ടെ അത്തരം പ്രമുഖരൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും തെരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിലെ വോട്ടിംഗ് ശതമാനം അത് ഉയർന്ന നിലയിലായിരുന്നു. അതുപോലെ തന്നെ കണ്ണൂരും കാസർഗോഡും രാവിലെ തന്നെ പോളിംഗ് ശതമാനം സാധാരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉയർന്നാണ് ഉണ്ടാകാറുള്ളത്. അത് ഇനി ഏത് തരത്തിലാണെന്നത് നമുക്ക് കാണേണ്ടതുണ്ട്. ശരി, KV ബൈജു ആണ് വിശദവിവരങ്ങൾ നൽകിയത്. നമുക്ക് CV അനുമോദിലേക്ക് പോകാം. അനുമോദ്, ഗുഡ് മോർണിംഗ്. മലപ്പുറത്തെയും പാലക്കാട്ടെയും ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ്? ഇപ്പോൾ ബൈജു പറഞ്ഞതുപോലെ ഈ പോളിംഗ് ശതമാനം വളരെയധികം വോട്ടിനെ ബാധിക്കും. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷകളെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ് ഈ പോളിംഗ് ശതമാനം. അതുകൊണ്ട് എല്ലാവരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ നിശബ്ദ പ്രചരണ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായും അശ്വതി, നമുക്കറിയാം ഇന്നത്തെ ആ ഒരു ദിവസം പരമാവധി ആളുകളെ നേരിൽ കണ്ട് ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ അവസാന വട്ടം ഒന്ന് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഉള്ളത്. ഓരോ വോട്ടും വാർഡിലെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഓരോ വോട്ടും വിലപ്പെട്ടതാകുമ്പോൾ ഒരു തരത്തിലും ഒന്നും നഷ്ടമാക്കി കളയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് അവസാന ഘട്ടത്തിൽ. നമുക്കറിയാം പാലക്കാടെയും സാഹചര്യങ്ങളും മലപ്പുറത്തെ സാഹചര്യങ്ങളും മറ്റു ജില്ലകളെ പോലെ